ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഇച്ചിരി വ്യൂ കുറവായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചുരുക്കി പറയണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി എങ്കിലും എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നവ്യേനെയും നയനേനെയും കാണിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ് ഈ ഡ്രസ്സൊക്കെ ആയിട്ട് അകത്തേക്ക് പോയിട്ട് ഇവൾക്കൊന്ന് ഇടിച്ച് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച ഡ്രസ്സൊക്കെ ആയിട്ട് നവ്യ നയനയും കൂട്ടി അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നവ്യയും നയനയും അകത്തേക്ക് പോയതിന് ശേഷം മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല ഇവിടെ എന്താ നടക്കുന്നത്, ഇതെന്താണോ ഇവർ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജലജ പറയുകയാണ്, ഇവിടെ ഫാഷൻ ഷോ നടക്കാൻ പോവാണ്, അപ്പോൾ റാംവാക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇപ്പം അങ്ങ് കൊണ്ടുപോകണേന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയാണ്, സാധാരണ പുതിയതായിട്ട് വരുന്ന മരുമക്കളാണ് കൂടുതൽ ചിലവാക്കുക, ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ മരുമക്കൾ തന്നെ ഒരുപാടങ്ങ് ആർഭാടം കാണിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. ദേവയാനി പറയാണ്, ഞാനായിട്ടൊന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ്, എന്നെക്കൊണ്ട് തോണ്ടി തോണ്ടി എന്തെങ്കിലും പറയിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക ജാനകിയോട് പറയണം, അമ്മേ എന്തിനാ അമ്മേ ചോദിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, വിട്ട് കളഞ്ഞേക്കെന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, അവരവരുടെ മരുമകൾക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിയും മരുമകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നയന നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അതിശയിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. തമിഴിലെ നയന അതിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ കണ്ണു തള്ളി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നവ്യ പറയുകയാണ്, നയനയെ ഈ കോലത്തിൽ കാണുമ്പോൾ ഇതുവരെ അവൾക്ക് ഡ്രസ്സിങ്ങിൽ ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഞെട്ടില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ അങ്ങനെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജയനും പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി വന്നിട്ട് നയനയോട് പറയാണ്, മോളെ മുത്തശ്ശിയുടെ കണ്ണ് തന്നെ നിന്നിൽ പെടുമെന്നാണ് തോന്നുന്നത്, അത്ര സുന്ദരിയായിട്ടാണ് മുത്തശ്ശിയുടെ മോളെന്ന് പറയാനായിട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ദേവയാനി പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്, അപ്പോൾ ദേവയാനി പറയാണ്, ജലജ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലെ താക്കോല് കൈമാറ്റം അതെത്രയും വേഗം നടത്തണമെന്ന് ജലജ പറഞ്ഞു. പിന്നെ അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിനിപ്പോൾ ഒട്ടും വൈകിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ തന്നെ ആ താക്കോൽ കൈമാറ്റം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ജലജയ്ക്കും അനാമികയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ജാനകിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അനാമികയ്ക്ക് കൊടുക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ താക്കോലുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അനാമികയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അനാമികനെ നോക്കുന്നുമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇപ്പോൾ അനാമികയ്ക്ക് കിട്ടും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ദേവയാനി അത് നമ്മുടെ നയനയുടെ നേരെ നീട്ടുകയാണ്. നീ എടുത്തോളാൻ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയന ആകെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. നിന്നോടാണ് ഞാൻ പറഞ്ഞത്, ഇത് പിടിച്ചോ, ഇനി ഇതിൻ്റെ അധികാരം നിനക്കാണുള്ളതെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എന്തായാലും ദേവയാനിയുടെ ഈ തീരുമാനത്തോട് ഞാനും യോജിക്കുകയാണ്. ഇപ്പോഴാണ് ദേവയാനി കറക്റ്റായിട്ടൊരു തീരുമാനം എടുത്തത്. എന്തായാലും നയനമോളെ മടിച്ച് നിൽക്കാതെ നീ ആ ചാവ് മേടിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ നയന മേടിക്കുകയാണ്. നയന മേടിക്കുന്നതും നമ്മുടെ ജാനകി പറയുകയാണ്, ഓഫീസിൽ പോകുന്നവൾക്ക് എന്തിനാണ് ഈ ചാവി കൊടുക്കുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ കൂടി അവൾക്ക് ആ സമയത്ത് തരാൻ പറ്റില്ലല്ലോ, വീട്ടിൽ നിൽക്കുന്ന മരുമകൾക്കല്ലേ ചാവി കൊടുക്കണ്ടേന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ്, ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകളെന്ന് പറയുന്നത് നയനയാണ്. അപ്പോൾ നയനയുടെ കയ്യിൽ തന്നെയാണ് ആ ചാവി ഇരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നയനയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നയനയുടെ കയ്യിലേക്ക് ഈ ചാവി ഏൽപ്പിച്ചത്. അതിൽ യാതൊരു വിഷമവും എനിക്കില്ല എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, അയ്യോമ്മേ ഓഫീസിലേക്ക് പോകാൻ സമയമായി, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോളാൻ പറയാണ്. അങ്ങനെ എല്ലാവരോടും പോകുന്നു എന്ന് പറഞ്ഞിട്ട് നയന ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ആദർശ് ഒരു കോൾ വന്നത് കൊണ്ടിട്ട് ഓഫീസിന് പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നയന ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. നയന വന്ന വരവ് കണ്ടിട്ട് ആദർശ് ഇങ്ങനെ കണ്ണ് തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നയന ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ നയന ഒരുങ്ങിയത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി നയനെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് ആദർശ് എന്നുള്ളത്. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് നയന വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയണേ, ഒരു രസമില്ല, എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം, ഒരു ഭംഗിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴും നയന പറയാണ്, അതെനിക്ക് മനസ്സിലായി, ആദർശേട്ടൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇട്ട ഡ്രസ്സ് ആദർശേട്ടന് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന്. എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് ഇടാനായിട്ടുള്ള കാരണം എന്താണെന്ന് ആദർശേട്ടൻ അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ കാര്യം നീ പറയുമെന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ചില ആൾക്കാരൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ മോഡേൺ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ മോഡേൺ ആയ കൊള്ളില്ല, എനിക്കതിൻ്റെ ഒരു കഴിവൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു.
അപ്പോൾ ഇത് കേട്ട എൻ്റെ ചേച്ചി ഉണ്ടല്ലോ എന്നെ നല്ല നല്ലൊരു വസ്ത്രമൊക്കെ മേടിച്ചു തന്ന് ഇതുമാതിരി ഒരുക്കി വിട്ടതാണ്. പിന്നെ പുറകെ എൻ്റെ അമ്മായിച്ചൻ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് എന്തിന് എന്ന് ചോദിക്കുകയാണ്. അല്ല, ചില ആൾക്കാർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതാരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പുറകെ വരുന്നതെന്ന് പറയുകയാണ്. എന്തായാലും ശരി, ഞാൻ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നയന പോവാട്ടോ. നയന പോയതും ആദർശ് ഇങ്ങനെ നയനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ മനസ്സ് ഇടയ്ക്കിങ്ങനെ വരുമല്ലോ. അപ്പോൾ ആദർശിൻ്റെ മനസ്സിങ്ങനെ വരികയാണ്. എന്നിട്ട് ആദർശിനോട് പറയുകയാണ്, എടാ നീ എന്തൊരു ചെക്കനാടാ, നിനക്ക് അവളോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞൂടെ? അവളെ കാണുമ്പോൾ വായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് അവളോട് ഇതുവരെ നിനക്ക് അവളോടുള്ള സ്നേഹം ഇതുവരെ തുറന്നു പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ അവളെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഞാനങ്ങ് കെട്ടിക്കോളാടാ. എന്തായാലും നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ നയനയുടെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ സ്നേഹം അങ്ങ് തുറന്നു പറയുകയാണെന്ന് മനസ്സിങ്ങനെ പറയുന്നത് പോലെ ആദർശിന് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഒരു ബുക്ക് എങ്ങാണ്ട് എടുത്തിട്ട് ഈ മനസ്സിനെ എറിയുന്നത് പോലെ എറിയുക. പക്ഷേ മനസ്സൊന്നും അവിടെ ഇല്ലല്ലോ, വേറൊരാളുടെ മയത്താണ് കേട്ടോ കൊള്ളുന്നത്. അപ്പോൾ അതൊരു സ്റ്റാഫായിരുന്നു. അവരിങ്ങനെ നോക്കുകയാണ് അന്തിച്ച്. അപ്പം ആദർശ് പറയണം, അയ്യോ സോറി അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജേനയും അനാമികയുമാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ജലജയുടെ അടുത്ത്, ഇതെനിക്കൊരു ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പച്ചി. ഈ ചാവി അവർ നയനയുടെ കയ്യിൽ കൊടുക്കാതെ മറ്റാരുടെ കയ്യിൽ കൊടുത്താലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നയനയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയെങ്കിലും തിരിച്ച് മേടിക്കാൻ പറ്റുമോ? എനിക്കത് അവളുടെ കയ്യിലിരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, എടി ഇതിപ്പോൾ നമ്മളോടുള്ള ദേഷ്യത്തിനാണ് അവരെടുത്ത് ആ ചാവി കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്ത കൈ കൊണ്ട് തന്നെ ആ ചാവി തിരിച്ചെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും പറ്റും. അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ്, എങ്കിൽ പിന്നെ അത് ഇന്ന് തന്നെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജലജ പറയുകയാണ്, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല, അതിന് തക്ക നോക്കിയിരുന്നിട്ട് ആ പറ്റിയ സമയത്ത് അതിനുള്ള സാധ്യതയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ സമയത്ത് വേണം ഈ ചാവി തിരിച്ചെടുക്കാനായിട്ട്. എന്തായാലും ചേച്ചി ദേവയാനി തന്നെയാണല്ലോ ചാവി കൊടുത്തത്, ദേവയാനിയുടെ കൈകൊണ്ട് തന്നെ തിരിച്ചു മേടിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അതിനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഫീസിൽ നയന ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വേത വരികയാണ്. അപ്പോൾ ശ്വേതേനെ കണ്ടത് നയന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്വേത നമ്മുടെ ആദർശിൻ്റെ ക്യാബിനിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്നാണ് വക്കീൽ പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം, വേഗം വാന്ന് പറഞ്ഞിട്ട് പവിത്രയോട് പറയുകയാണ്, ഇന്നത്തെ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തോ പവിത്ര എന്ന് പറയുകയാണ്. അപ്പോൾ പവിത്ര പറയുകയാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറയുന്നത് ശരിയായിരിക്കുമോ സാർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കേണ്ടതായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തോളാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ നയന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് വേഗം തന്നെ നമ്മുടെ ശ്വേതേനെയും വിളിച്ചിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നയന പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നിൽക്കവിടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആദർശ് ഞെട്ടുകയാണ്, അതുപോലെ തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. നയന ആദർശിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നീ ഇപ്പോൾ സംസാരിച്ചോളാൻ പറയാണ്. അപ്പോൾ ശ്വേതയെ നോക്കിയിട്ട് നയന പറയുകയാണ്, എനിക്ക് തനിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ശ്വേതേനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്വേത പറയുകയാണ്, എന്തായാലും ആദർശ് നീ തനിച്ച് കൊണ്ടുപോയിട്ട് സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുക, വേഗം ആവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് പറയണം, വാ ക്യാബിനിലേക്ക് വാ, എന്താണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ പറയുകയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഇത്രയും വലിയ മീറ്റിങ്ങൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ, ആ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് ചോദിച്ചുകൂടെ? ആ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, ഇതൊക്കെ ഞാനല്ലാതെ വേറെ ആരാണ് ചോദിക്കേണ്ടതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, എൻ്റെ അടുത്ത് ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾ നീ ചോദിക്കരുത് എന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല, ഇവിടെ നീ എൻ്റെ എംപ്ലോയിയും ഞാൻ നിൻ്റെ സുപ്പീരിയറുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നീ ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശം എവിടെയാണെങ്കിലും എനിക്കുണ്ട്. ആ ഒരു ബന്ധത്തിൽ, നിങ്ങളുടെ ഭാര്യ എന്നുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, നിന്നോട് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. നീ എൻ്റെ ഭാര്യയോ ഞാൻ നിൻ്റെ ഭർത്താവോ ആകണമെങ്കിൽ നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവണം. നമുക്കിടയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് എൻ്റെ ഭാര്യയാണെന്ന് ഇത്രയും തറച്ച് പറയാനായിട്ട് സാധിക്കും? ഇതെല്ലാം എല്ലാവരും കാണിക്കാനായിട്ടുള്ള ഷോ മാത്രമാണ്, അത് നിനക്കറിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്,
അപ്പോൾ നിങ്ങൾ എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. ഇതൊക്കെ വെറുതെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറുതെ ഒരു അടവ് മാത്രമാണെന്നുള്ളത് എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എന്നെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന് ഒരു കാരണം പറയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയുമ്പോൾ ആദർശ് പറയണം, ഒരു കാരണമല്ല, 1000 കാരണങ്ങളുണ്ട്. നിന്നെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ 1000 കാരണങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എങ്കിൽ പിന്നെ ഒരെണ്ണം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. പുറത്ത് പോയി തിരിച്ച് വന്നതിന് ശേഷം ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് എഴുതി തന്ന് നിനക്ക് മനസ്സിലാക്കി തരാം എന്തൊക്കെ കാര്യങ്ങളാണ്, ഞാൻ എവിടെയാണ് പോയത്, എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് കേട്ടിട്ടും കണ്ടതും നയനയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നയന കുറേ കരയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അന്നത്തെ ദിവസം രാത്രിയാണ്. അപ്പോൾ ആദർശ് കിടന്നുറങ്ങുന്നുണ്ട്. നയനക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. നയന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് നയന ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എന്ത് ധൈര്യത്തിൽ ആണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, ഒരു കാരണമെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ഒരേ ഒരു കാരണം ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് നയന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ നയന ഇങ്ങനെ നടക്കുന്നത് കാരണം കണ്ണുറന്ന് നോക്കുകയാണ്. എന്നിട്ട് ആദർശ് നയനയോട് പറയുകയാണ്, അല്ല നീ എന്താ ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, എൻ്റെ ഉറക്കമൊക്കെ പോയി, ഞാൻ ഒരു അത്യാവശ്യ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നോട് ഓഫീസിൽ വെച്ചിട്ടൊരു കാര്യം പറഞ്ഞല്ലോ, അപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നതെന്ന് അറിയാണ്. അപ്പോഴേക്കും ആദർശ്, ഇപ്പോൾ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് തന്നെയാണെന്ന് പറയാം കേട്ടോ നയന. അപ്പോഴേക്കും ആദർശ്, നീ എന്ത് കാര്യം ഓർത്തു എന്നാണ് പറയുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റില്ല, അതിന് 100,000 കാരണങ്ങളുണ്ടെന്ന്. എന്നിട്ട് ഒരു കാരണം പോലും നിങ്ങൾ പറഞ്ഞില്ല. സത്യത്തിൽ നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാതിരിക്കാനായിട്ടല്ലേ കാരണങ്ങൾ കൂടുതലുള്ളത്? അപ്പം ഞാനല്ലേ അങ്ങനെ പറയേണ്ടത്? അതാണ് ഞാൻ ആലോചിച്ചതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറയ്ക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കുറച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരുപാടങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ റവന്യൂവിൽ കുറച്ച് വ്യത്യാസം വരുവേ. അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് റവന്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും വിട്ട് കളയാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റാ.